നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ആഗസ്റ്റ് മാസത്തെ തൃക്കേട്ട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ പറ്റുന്ന ഒരു മാസമാണിത്. കാരണം ഭാഗ്യസ്ഥാനത്താണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ ചാരവശാൽ നല്ല ദൈവാധീനമുണ്ട്. മാത്രമല്ല ചന്ദ്രലഗ്ന പ്രകാരം 2ാം ഭാവം ധനാധിപതിയും പൂർവ്വപുണ്യസ്ഥാനാധിപതിയായുള്ള വ്യാഴം ഉച്ച ബലവാനായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ഗുണവും കൂടിയുണ്ട് ഭാഗ്യസ്ഥാനത്ത്. അതിനോടൊപ്പം തന്നെ നിപുണായോഗം ചെയ്ത ആദിത്യനും ബുധനും ഭാഗ്യസ്ഥാനത്താണ്. അപ്പോൾ കർമാധിപതിയായിരിക്കുന്ന ബുധൻ സൂര്യൻ ബുധനോട് ചേർന്ന് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ തൊഴിലുമായി ബന്ധപ്പെട്ട് നല്ല ഭാഗ്യം അനുഭവിക്കാൻ ഇടവരും. എന്നാൽ പോലും കാലിൻ്റെ മുട്ടിന് വേദന, തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് യോഗമുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ലഗ്നാധിപതിയുടെ തെറ്റായ തീരുമാനങ്ങളും പ്രവൃത്തികളുമാണ് ദോഷം ചെയ്യാനുള്ള കാരണം. ലഗ്നാൽ 4 രാഹുവാണ്. വീട് വിട്ട് നിൽക്കുമ്പോഴാണ് അനുകൂലാവസ്ഥ ഉണ്ടാകുക. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷനൊക്കെ ഉണ്ടാകുക. വിപരീത സ്വഭാവത്തിനാണ് യോഗമുള്ളത്. എന്നാൽ വീട് വിട്ട് അന്യദേശത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. കാരണം 4 പാവയോഗം വരുമ്പോൾ വീട് വിട്ട് നിൽക്കാനുള്ള യോഗമാണ്. അതേപോലെ 4ാം ഭാവാധിപതി 5ലാണ് നിൽക്കുന്നത്. 5ാം ഭാവാധിപത്യം വഹിച്ച 6ലാണ് നിൽക്കുന്നത്. അപ്പോൾ 4ാം ഭാവം എന്ന് പറയുമ്പോൾ കുടുംബസ്ഥാനാണ്. അപ്പോൾ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചിന്തകൾ, വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടുള്ള മാനസിക ടെൻഷൻ, ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് യോഗമുണ്ട്. അതുകൂടാതെ കണ്ട് നിവർത്തി സ്ഥാനാധിപതി മീനൻ രാശിയിലായ കന്നിരാശിയിലായതുകൊണ്ട് കന്യായാം പരദേശക എന്ന് പറയുന്ന യോഗമാണ്. അത് മാത്രമല്ല ഒരു നീചഭംഗ ചക്രവർത്തി യോഗമുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് കഷ്ടപ്പാടും ദുരിതമൊക്കെ അനുഭവിച്ചാലും അതിനുശേഷം അങ്ങോട്ട് ചക്രവർത്തിയെ പോലെ ജീവിക്കാനായിട്ട് സാധിക്കും. ഭാഗ്യവർദ്ധനവുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ടൊക്കെ സാമ്പത്തികമായ നല്ല നേട്ടങ്ങൾക്ക് യോഗമുണ്ട്. ആദ്യത്തിൽ കുറച്ചൊരു വിഷമമാണ്. അപ്പോൾ അന്യദേശത്ത് പോവുക, കുറച്ച് അലച്ചിലുണ്ടാകുക, അതിനുശേഷം അഭിവൃദ്ധി ഉണ്ടാകുക എന്ന് പറയുന്നൊരവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ കളത്രകാരകനായിരിക്കുന്ന ശുക്രന് 5ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ ഒരു ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ ശുക്രനെ സംബന്ധിച്ചിടത്തോളം മന്ദദൃഷ്ടി അത്ര ഉത്തമമല്ല. ഭൗതികമായിരിക്കുന്ന സുഖങ്ങളെ തരേണ്ട ശുക്രൻ സന്യാസയോഗത്തെ തരേണ്ട ശനിയെ ദൃഷ്ടി ചെയ്യുമ്പോൾ ശുക്രൻ എന്തുണ്ടാവും? ആ ഭൗതികമായിരിക്കുന്ന സുഖത്തെ തരാനുള്ള കഴിവ് കുറയും. അതിനോടൊപ്പം തന്നെയാണ് ശുക്രൻ അവിടെ നീചാവസ്ഥയാണ്, ബലഹീനതയാണ്. പക്ഷേ നീചത്തിൽ കിടക്കുന്ന ഗ്രഹത്തിൻ്റെ ഉച്ചരാശ്യാധിപതിയായിരിക്കുന്ന ബുധൻ അവിടെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് അനുകൂലാവസ്ഥ ഉണ്ടാകാനുള്ളൊരു യോഗമൊക്കെ കാണുന്നുണ്ട്. അത് കേന്ദ്രാധിപതിയായിരിക്കുന്ന സൂര്യനോട് യോഗം ചെയ്തിട്ട്. അപ്പം എന്താണെങ്കിലും ഈ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും വീഴ്ച സംഭവിക്കാതിരിക്കുക. ഓവർ സ്പീഡിൽ യാത്രകൾ കുറച്ച് കുറയ്ക്കുക. പിന്നെ കുടുംബ സംബന്ധമായിട്ട്, ദാമ്പത്യ സംബന്ധമായിട്ട് സുഖക്കുറവിന് യോഗമുള്ളൊരു സമയമാണ്. ഒരു സന്യാസ യോഗം പോലെയാണ്. അപ്പോൾ അതിനൊക്കെ കുറച്ച് പരിഹാരങ്ങളും കൂടി ചെയ്യുക. നാഗപൂജ, അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട്, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടൊക്കെ ചെയ്യുക. കർമ്മസ്ഥാനത്ത് ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതുവാണ്. അപ്പോൾ കർമ്മതടസ്സത്തിന് യോഗമുണ്ട്. അത് കാരണം നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹുപൂജയും കേതുപൂജയും ചെയ്ത് നല്ല രീതിയിലുള്ള പ്രാർത്ഥനയുണ്ടെങ്കിൽ എല്ലാ രീതിയിലുള്ള ഗുണഫലങ്ങളും അനുഭവിക്കാൻ ഈ മാസത്തിൽ സാധിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.